ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്നാണ്. രോഗശാന്തി, രോഗീ ലേപനം, അത്ഭുത രോഗസൗഖ്യം, ഈ വിഷയങ്ങൾ നമ്മളീ പലരെയും ഒത്തിരി ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥ ദൈവവചനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇതിനെ ഒന്ന് പരിചിന്തനം ചെയ്യുകയാണ്. പ്രാർത്ഥിക്കാനുള്ള വചനങ്ങളും രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള വചനങ്ങളും ഒക്കെ പറഞ്ഞു തരുന്നുണ്ട്. ഇനി രോഗശാന്തിയെക്കുറിച്ച് ചിലരൊക്കെ പറയും രോഗശാന്തി തട്ടിപ്പാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇതുണ്ടോ, കർത്താവിൻ്റെ കാലത്ത് ഉണ്ടായി, ഇപ്പം അങ്ങനെ ഉണ്ടാകാൻ പാടില്ല എന്ന് ബലം പിടിക്കുന്നവരെയും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇതിന് പിന്നിലുള്ള വിശുദ്ധ ഗ്രന്ഥ പശ്ചാത്തലത്തിലുള്ള കാര്യങ്ങൾ ഒന്ന് നമ്മൾ അവലോകനം ചെയ്യുകയാണ്. കോരിന്തോസുകാർക്ക് വിശുദ്ധ പൗലോസ് എഴുതിയ ലേഖനത്തിൽ 1 കൊരിന്തോസ് 12-ാം അധ്യായത്തിൽ 4 മുതലുള്ള വാക്യങ്ങൾ, ദാനങ്ങളിൽ വൈവിധ്യമുണ്ടെങ്കിലും ആത്മാവ് ഒന്ന് തന്നെ, അതായത് പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ്. ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെ. ഒരാളുടെ ശുശ്രൂഷ മറ്റേ ശുശ്രൂഷകന് മനസ്സിലാകുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ കാണുന്നുണ്ട് ഈശോയുടെ ശിഷ്യന്മാർ ഈശോയോട് പറയുന്നുണ്ട് സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവരെ നശിപ്പിച്ച് കളയട്ടെ എന്ന്. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട് അവരവരുടെ വഴിക്ക് വിട്ടേക്കാന്ന്. ഒരേ സമയം ഈശോയുടെ നാമത്തിൽ പ്രസംഗിക്കുകയും ഈശോയുടെ നാമത്തിൽ ശുശ്രൂഷ ചെയ്യുകയും അതേസമയം ഈശോയ്ക്കെതിരായി പ്രവർത്തിക്കാൻ അവർക്ക് സാധിക്കില്ല എന്നുള്ള ആ ബോധ്യം ഈശോ അവർക്ക് കൊടുക്കുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ വരുന്നില്ലെങ്കിലും അവരുടെ വഴിക്ക് വിട്ടേക്കാനുള്ളൊരു പ്രബോധനമാണ്. അപ്പോൾ ശുശ്രൂഷകളിൽ വൈവിധ്യമുണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെ. അപ്പോൾ വിവിധ സഭാവിഭാഗങ്ങൾ കത്തോലിക്ക സഭയിൽ തന്നെ പല വ്യത്യസ്ത റീത്തുകളുണ്ട്. അങ്ങനെ വിവിധ സഭാവിഭാഗങ്ങളുണ്ട്. അപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോഴാണ് ഏതിലായാലും രോഗശാന്തി ലഭിക്കുന്നത്. ശുശ്രൂഷകളിൽ വൈവിധ്യം ഉണ്ടെങ്കിലും കർത്താവ് ഒന്ന് തന്നെ. അല്ലാതെ ശുശ്രൂഷകൻ്റെ പേരിനോ പെരുമയ്ക്കോ വേണ്ടിയല്ല. പ്രവൃത്തികളിൽ വൈവിധ്യമുണ്ടെങ്കിലും എല്ലായ്പ്പോഴും എല്ലാറ്റിനും പ്രചോദനം നൽകുന്ന ദൈവം ഒന്ന് തന്നെ. നന്മ ആണോ ചെയ്യുന്നത്, അതിന് ദൈവത്തിൻ്റെ പ്രചോദനമില്ലാതെ ഒരാൾക്കും സാധിക്കുകയില്ല. ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മയ്ക്ക് വേണ്ടിയാണ്. സഭയുടെ വളർച്ചയ്ക്കും സമൂഹത്തിൻ്റെ നന്മക്കും ക്രിസ്തുവിൻ്റെ ആ മുറിവുകളുടെ ആ വേദനകളിലൂടെ നമുക്ക് വേണ്ടി നേടിയെടുത്തതിൻ്റെ ഒരു പൂർത്തീകരണത്തിന് വേണ്ടിയുള്ള ഒരുക്കവും സഹനവും ത്യാഗവുമാണ് ഇന്ന് ശുശ്രൂഷകരിലൂടെ ദൈവം നിറവേറ്റുന്നത്. അപ്പോൾ ഓരോരുത്തരിലും ആത്മാവ് വെളിപ്പെടുന്നത് പൊതു നന്മക്ക് വേണ്ടിയാണ്. ഒരേ ആത്മാവ് തന്നെ ഒരാൾക്ക് വിവേകത്തിൻ്റെ വചനവും, ഒരേ ആത്മാവ് തന്നെ ഒരുവന് വിശ്വാസവും വേറൊരുവന് രോഗശാന്തിക്കുള്ള വരവും നൽകുന്നു. അപ്പോൾ വിശ്വാസം വർദ്ധിക്കണമെങ്കിൽ എന്ന് ശിഷ്യന്മാർ ഈശോയോട് പറയുന്നുണ്ട്, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമെന്ന്. അപ്പോൾ വിശ്വാസത്തിൻ്റെ വരം, അതുപോലെ തന്നെ രോഗശാന്തിക്കുള്ള വരവും വേറൊരുവന് രോഗശാന്തിക്കുള്ള. അപ്പം ആരെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ആരാധന നയിക്കുമ്പോഴും രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും എല്ലാം രോഗസൗഖ്യങ്ങൾ ലഭിക്കുന്നുണ്ടെങ്കിൽ പറയുന്ന ആളുടെ മഹത്വമോ യോഗ്യതയോ അയോഗ്യതയോ അല്ല, കർത്താവായ യേശുവിൻ്റെ നാമത്തിലാണ് ഇത് സംഭവിക്കുന്നത്. അതിനുള്ള വരം, ഗിഫ്റ്റ് ദൈവം അവർക്ക് തന്നിരിക്കുകയാണ്. കാരണം പരിശുദ്ധാത്മാവിന് വരദാനങ്ങളുമുണ്ട്, ഫലങ്ങളും ഉള്ളതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഫലങ്ങൾ ഗലാത്തി 5:22 പറയുന്നുണ്ട്. സ്നേഹം, സമാധാനം, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം, ഇവയും ഇദൃശ്യമായ ഗുണങ്ങളുമാണ്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. രോഗശാന്തി വരം, അതുപോലെ അത്ഭുതം പ്രവർത്തിക്കാനുള്ള വരം, ജ്ഞാനത്തിൻ്റെ വരം, വേർഡ് ഓഫ് വിസ്ഡം, കൗൺസിലിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന പരഹൃദയ ജ്ഞാനം, കഴിഞ്ഞ കാര്യവും ഇപ്പോഴുള്ള കാര്യവും വരാനിരിക്കുന്ന കാര്യവും ഇതിനു മുമ്പ് ഒന്നും അറിയാത്ത വ്യക്തിയിലൂടെ ദൈവം വെളിപ്പെടുത്തും. അപ്പോൾ ഒരുവന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ശക്തിയും, മറ്റൊരുവന് പ്രവചിക്കാൻ വരവും, വേറൊരുവന് ആത്മാക്കളെ വിവേചിക്കാൻ കഴിവും, വേറൊരുവന് ഭാഷാവരവും, വേറൊരുവന് വ്യാഖ്യാനത്തിലുള്ള വരവും അതേ ആത്മാവ് തന്നെ നൽകുന്നു. അപ്പോൾ നമുക്കറിയാം ഇടുക്കി ഡാമിൽ അണക്കെട്ടിലൂടെ ഒഴുകി വരുന്ന വെള്ളം കൊണ്ട് പൽച്ചക്രങ്ങളെ കറക്കി ഡൈനാമോ തിരിച്ച് ഇലക്ട്രിസിറ്റി ആയിട്ട്, ആ ഇലക്ട്രിസിറ്റി നമ്മുടെ വീട്ടിൽ AC ആയിട്ട് ഉപയോഗിക്കുന്നു, ഫാൻ വർക്ക് ചെയ്യുന്നു, പിന്നെ ലൈറ്റ് കത്തിക്കുന്നു, വെൽഡിങ്ങിനായിട്ട് ഉപയോഗിക്കാൻ സാധിക്കും ജോലിക്കാർക്ക്,
മിക്സി അരക്കാൻ ഉപയോഗിക്കുന്നു, മോട്ടർ വർക്ക് ചെയ്യുന്നു, ഓരോന്നിലും വാഷിംഗ് മെഷീനിൽ വർക്ക് ചെയ്യുന്നു, തണുപ്പിക്കാൻ, ചൂട് പിടിപ്പിക്കാൻ, കത്തിച്ച് കളയാൻ, അരക്കാൻ, വെൽഡ് ചെയ്യാൻ, കൂട്ടിച്ചേർക്കാൻ, അങ്ങനെ വിവിധ രൂപങ്ങളിൽ ഉപയോഗിക്കുന്നു. അത് ചെയ്തത് കൊണ്ടോ ഇത് ചെയ്തത് കൊണ്ടോ ഈ ഇലക്ട്രിസിറ്റി മോശമെന്ന് പറയാൻ പറ്റുമോ? തൊട്ടാൽ പൊള്ളും, തൊട്ടാൽ വിവരം അറിയും അല്ലേ, തൊട്ടാൽ ഷോക്കടിക്കുമെന്ന് പറയും. അപ്പോൾ അതുപോലെ തന്നെ ദൈവത്തിൻ്റെ ശക്തി വിവിധ ആളുകളിൽ ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് വരദാനങ്ങളായിട്ട് പ്രവർത്തിക്കുന്നു. ചിലരിൽ എല്ലാം കൂടെ കാണാം, ചിലരിൽ ചില വരദാനങ്ങൾ കാണാം. ഈ വരദാനങ്ങൾ കിട്ടുന്നത് കൊണ്ടാണ് ഈ രോഗശാന്തിയൊക്കെ നൽകാനും കിട്ടാനും ഇടയാവുന്നത്. അതുകൊണ്ട് രോഗശാന്തി വരത്തെക്കുറിച്ച് ഇനി സംശയിക്കേണ്ട കാര്യമില്ല. ബൈബിളിൽ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത് ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് അവിശ്വസിക്കുന്നത് മാർക്കോസ് 12:24 പറയുന്നുണ്ട്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാഞ്ഞിട്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. എന്നിട്ട് പറയുന്നത് ഇതാണ്, 1 Corinthians 12:11, തൻ്റെ ഇച്ഛയ്ക്കൊത്ത് ഓരോരുത്തർക്കും പ്രത്യേക ദാനങ്ങൾ നൽകുന്ന ഒരേ ആത്മാവിൻ്റെ തന്നെ പ്രവൃത്തിയാണ് ഇതെല്ലാം. അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ട കാര്യമാണ്. ഒരേ ആത്മാവിൻ്റെ പ്രവൃത്തിയാണ്. ഇനി രോഗശാന്തിയെക്കുറിച്ച് പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് വ്യക്തമാക്കിയാണ്. 3 തരം രോഗശാന്തികളെക്കുറിച്ച് പഠിച്ചത് ഓർക്കുകയാണ്. സഹനം, ശമനം, നിത്യശാന്തി. എനിക്ക് മനസ്സിലായിട്ടുള്ള ആത്മീയ രഹസ്യങ്ങളെക്കുറിച്ചാണ് പങ്കുവെക്കുന്നത്. സഹനം എന്ന് പറഞ്ഞാൽ ചിലർക്ക് രോഗശാന്തി അഭിഷേകം തന്നെയാണ്, പ്രാർത്ഥിക്കുന്നതോറും അല്ലെങ്കിൽ എന്തോരം പ്രാർത്ഥിച്ചിട്ടും എന്ത് കിട്ടും? സഹനശക്തി കിട്ടും. വിശുദ്ധ അൽഫോൺസാമ്മ, അവർക്ക് വിശുദ്ധിക്കുറവുണ്ടായിരുന്നത് കൊണ്ടല്ല, ആ വിശുദ്ധയുടെ ജീവിതം വിശുദ്ധ തന്നെയായിരുന്നു, വിശുദ്ധി ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം പ്രത്യേകമായിട്ട് സഹനശക്തി നൽകിയിരുന്നു. ചിലർക്ക് സഹനശക്തി, വിശുദ്ധ കൊച്ചു തെരേസ്യ പുണ്യവാളത്തിയുടെ ജീവിതത്തിൽ മരണം വരെ സഹിച്ച് കാഴ്ചവെച്ചവരാണ്. അതുപോലെ വിശുദ്ധ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയുടെ ജീവിതത്തിൽ അപകടങ്ങളായും ദുരന്തങ്ങളായും ശരീരത്തിലും മനസ്സിലും ആത്മാവിലും പലവിധ ക്ലേശങ്ങൾ അദ്ദേഹം അനുഭവിച്ചിട്ടുള്ളതായും സഹിച്ച് കാഴ്ചവെച്ചിട്ടുള്ളതായത്. അപ്പോൾ ചിലർക്ക് സഹിക്കാനുള്ള വരം, രോഗശാന്തിയിൽപ്പെട്ട ഒരു വിഭാഗം തന്നെയാണ് സഹിക്കാനുള്ള വരം ദൈവം കൊടുക്കുന്നു. ചിലർക്ക് ശമനം, വചനം കേൾക്കുമ്പോൾ പ്രാർത്ഥന കൂടുമ്പോൾ എല്ലാം എന്ത് സംഭവിക്കുന്നു? അപ്പോൾ തന്നെ രോഗശാന്തി കിട്ടുന്നു. ഇപ്പോൾ കുഷ്ഠരോഗികൾ പോകും വഴി, യേശുവിൻ്റെ അടുക്കൽ നിന്ന് പോകും വഴി അവർ സൗഖ്യം പ്രാപിച്ചു. പിശാചുബാധനായ ബാലനെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നപ്പോൾ ഈശോ പിശാചിനെ പുറത്താക്കി രോഗശാന്തി കൊടുത്തതായിട്ട് മാർക്കോസ് 9 നമ്മൾ കാണുന്നുണ്ട്. കുട്ടിയുടെ പിതാവിൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ച് യേശു അന്ധൻ്റെ കണ്ണു തുറന്നു, ചെകിടൻ്റെ കാതു തുറന്നു, എഫാത്ത ഊമൻ്റെ നാവിൻ്റെ കെട്ടഴിഞ്ഞു, മരിച്ച ലാസറിനെ ഉയർപ്പിച്ചു. അപ്പോൾ ഇവിടെയെല്ലാം ഓൺ ദ സ്പോട്ട് ലൈവായിട്ട് കർത്താവ് പ്രവർത്തിക്കുന്നു. ഇന്നും രോഗശാന്തി പ്രാർത്ഥനയും ആരാധനയും കുമ്പസാരിച്ച കുർബാനയൊക്കെ സ്വീകരിക്കുമ്പോഴും സ്തുതിച്ചു പ്രാർത്ഥിക്കുമ്പോഴെല്ലാം അത്ഭുതകരമായ രോഗശാന്തി ഉണ്ടാകും. ഞാൻ ഓർക്കുകയാണ്, കത്തോലിക്ക സഭ വിട്ട് പെന്തക്കോസ്താ സഭയിലേക്ക് പോയിട്ട് ഒരു കന്യാസ്ത്രീയുടെ ആങ്ങളെയാണ്. അപ്പോൾ ഭയങ്കര വിഷമം, വളരെ തലപ്പത്തിരിക്കുന്ന ശുശ്രൂഷ ചെയ്യുന്ന ഒരു സിസ്റ്ററിൻ്റെ ആങ്ങള ഇങ്ങനെ പെന്തക്കോസ്തിലേക്ക് പോയപ്പോൾ ഭയങ്കരമായ സങ്കടവും, എല്ലാവരോടും പ്രാർത്ഥിക്കണം, ആങ്ങൾക്ക് മാനസാന്തരം കൊടുക്കാനിടയാവണം, തിരിച്ചു വരണമെന്ന് പ്രാർത്ഥിക്കാൻ സിസ്റ്റർ ആവശ്യപ്പെടുമായിരുന്നു. പക്ഷേ ഇയാളാണെങ്കിൽ കൂടുതൽ ഉയർന്ന് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടികയിലേക്കും കത്തോലിക്ക സഭയ്ക്കും അച്ഛന്മാർക്കും സിസ്റ്റർമാർക്കും പ്രബോധനങ്ങൾക്കും എല്ലാം എതിരെ എഴുതാനും പഠിപ്പിക്കാനും മീറ്റിങ്ങിന് പോകാനും എല്ലാം പ്രാർത്ഥിക്കുന്നതോറും ശക്തിപ്പെട്ടുകൊണ്ടിരുന്നു. പക്ഷേ സിസ്റ്റർ കരഞ്ഞ് പോകുന്നിടത്തൊക്കെ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴൊക്കെ സിസ്റ്റർ വലിയൊരു ധ്യാനഗുരുവാണ്, പ്രാർത്ഥിക്കാൻ പറയും. അങ്ങനെ ഈ മനുഷ്യൻ എന്തൊക്കെയോ പ്രശ്നങ്ങളൊക്കെ വന്ന് രോഗമൊക്കെ മാറാതെ വന്ന് അങ്ങനെ പെന്തക്കോസ്തിൻ്റെ കൊടിമൂത്ത പാസ്റ്റർമാരുടെ അടുത്തൊക്കെ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഇനി ഇതിനൊരു വഴിയേ ഉള്ളൂ, ഏറ്റവും സ്തുതിപ്പുള്ള ഒരു സ്ഥലത്ത് പോകണം. അതിപ്പോൾ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്തുതി ആരാധനയും നടക്കുന്നത് മുരിങ്ങൂർ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലാണ്. നീ പെന്തക്കോസ്താണെന്നൊന്നും പോകണ്ട, അവിടെ പറയാൻ പോകണ്ട, നാനാജാതി മത്സര ആൾക്കാർ വരുന്നുണ്ട്, അവരോടൊപ്പം പോയി അവിടെ നീ ഇതിൽ തന്നെ നിൽക്കുക, നന്നായിട്ട് കരഞ്ഞ് സ്തുതിച്ചു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അതുപോലെ ചെയ്തു. അവിടെ വെച്ച് രോഗശാന്തി കിട്ടും. അപ്പോഴാണ് അദ്ദേഹം തിരിച്ചറിഞ്ഞത് കപ്പലിൽ നിന്ന് ചെറിയ വള്ളത്തിലേക്ക് പോയതുപോലെ ആയിപ്പോയി. എത്രയും പെട്ടെന്ന് തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് അദ്ദേഹം കത്തോലിക്ക സഭയിലേക്ക് കടന്നു വന്നു. അപ്പോൾ അവർ പറഞ്ഞ ഇതാണ്, സ്തുതിപ്പിൻ്റെ ഈ പെന്തക്കോസ്തിൻ്റെ ഈ മുതിർന്നവർ പറഞ്ഞ ഇതാണ്, വലിയ സ്തുതിപ്പുകൾ നടക്കുമ്പോൾ രോഗശാന്തിയും പൈശാചിക ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ. നിനക്കിത് രണ്ടും ആവശ്യമാണ്, പൈശാചിക ബന്ധനവും ഉണ്ട്, രോഗശാന്തിയും വേണം. അപ്പോൾ അതിന് മുരിങ്ങൂർ പോയി സ്തുതിച്ചു പ്രാർത്ഥിക്കാൻ പറഞ്ഞു.
പറഞ്ഞു. പക്ഷേ നീ പെന്തക്കോസ്തിലൊന്നും മാറണ്ട, ഇതാണ് ശരിയെന്ന് പറഞ്ഞു കൊടുത്തിരുന്നു. പക്ഷേ വചനം കേട്ട് തൻ്റെ തെറ്റ് തിരിച്ചറിഞ്ഞ് മാതാവിനെയും സത്യസഭയെ എല്ലാം തള്ളിപ്പറഞ്ഞ അദ്ദേഹം ഗലാത്യ 1:8 പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചതല്ല മറ്റൊരു സുവിശേഷം ആരെങ്കിലും പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനായിട്ട്. അതുകൊണ്ട് പല സുവിശേഷം ലോകത്തിലുണ്ടാകും, പല സുവിശേഷകരും ഉണ്ടാകാം. പക്ഷേ സഭയോട് ചേർന്ന് നിൽക്കുന്നവരാണോ, കൂദാശ സ്വീകരണമുള്ളവരാണോ, മാതാവുണ്ടോ, വിശുദ്ധരുണ്ടോ എന്നെല്ലാം ഉറപ്പുവരുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ കുളത്തിൽ കിടക്കുന്ന കൊക്കിനെ രക്ഷിക്കാൻ നോക്കിയ കൊക്കിൻ്റെ കഥ, കുളത്തിൽ കിടന്ന മീനിനെ രക്ഷിക്കാൻ നോക്കിയ കൊക്കിൻ്റെ കഥ പോലെ ആയി പോകും. കൊക്ക് മീനെ പൊക്കിക്കൊണ്ട് പോകുന്നത് എന്തിനാണെന്ന് അറിയാമല്ല. അപ്പോൾ അതുകൊണ്ടെല്ലാം നമ്മൾ എന്തിൽ ജനിച്ചോ, ഏത് പാരമ്പര്യത്തിൽ വളർന്നോ അതിൽ നിലനിന്നുകൊണ്ട് ഇതാ ദൈവത്തെ മുറുകെ പിടിക്കുക. അപ്പം നമ്മുടെ വിഷയം ഇതല്ല, രോഗിയും രോഗശാന്തിയും. അങ്ങനെ ആ വ്യക്തി സൗഖ്യപ്പെട്ടു. ഇതുപോലെ ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ 35 വർഷത്തെ ശുശ്രൂഷാ ജീവിതം. ഇന്നെൻ്റെ അപ്പച്ചൻ മരിച്ചതിൻ്റെ 20ാം ചരമവാർഷികമാണ്. അപ്പോൾ അപ്പച്ചൻ ഒരു വളരെ തീഷ്ണതയുള്ള വചന ശുശ്രൂഷകനായിരുന്നു. ഏതെല്ലാം നാട്ടിൽ നിന്ന് എവിടെ നിന്നെല്ലാം ദൂരം പ്രശ്നങ്ങളും രോഗമൊക്കെ ആയിട്ട് പ്രാർത്ഥിക്കാൻ വന്നതും ആശുപത്രി കൈയൊഴിഞ്ഞ കേസ് പോയി പ്രാർത്ഥിച്ചിട്ട് പേര് വെട്ടിപ്പോരി വന്ന് സാക്ഷ്യപ്പെടുത്തുമെന്നും പറഞ്ഞിട്ട് ഹൃദ്രോഗി പോലും പിന്നെ ഡോക്ടർ വന്ന് പരിശോധിക്കുമ്പോൾ ഒന്നും കാണുന്നില്ല, രോഗി നന്നായിട്ട് ഉറങ്ങി ഭക്ഷണം കഴിച്ചു. ഇങ്ങനത്തെ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ശുശ്രൂഷ ജീവിതത്തിൽ അപ്പച്ചനിലൂടെ കണ്ടു പഠിച്ചതും പഠിപ്പിച്ചതും പറഞ്ഞു തന്നതുമായ കാര്യങ്ങൾ ഈ രോഗശാന്തി അഭിഷേകത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പച്ചനും ഇന്നാണോ നാളെയാണെന്നും പറഞ്ഞ് വൈദ്യശാസ്ത്രം കൈയൊഴിഞ്ഞിട്ടിരുന്ന, പ്രത്യേകിച്ചും മദ്യപാനം, ആൽക്കഹോളിസം, നിക്കോട്ടിൻ, ഇത് രണ്ടും കാർന്നു തിന്നുന്നൊരു പാരമ്പര്യമായിരുന്നു. അപ്പാപ്പൻ അതുപോലെയാണ് മരിച്ചത്, കാലൊക്കെ പലതവണ മുറിച്ച് കളഞ്ഞു അപ്പച്ചൻ്റെ അപ്പൻ. അപ്പം അപ്പനും ഈ പാരമ്പര്യം അതിനേക്കാൾ മോശമായിട്ട് പിന്തുടർന്ന് വന്നു. പക്ഷേ ഈശോയിലേക്ക് വന്നപ്പോൾ തൻ്റെ പുകവലിയും മദ്യവും ലഹരിയും എല്ലാം ഉപേക്ഷിച്ച് ഒരു പുതിയ മനുഷ്യനായി തീർന്നു. അപ്പോൾ എപ്പോഴും യൂറിന സംബന്ധമായ അസുഖങ്ങളും പിന്നെ അടിക്കടി ആശുപത്രി, ഡോക്ടർമാർ കൈയൊഴിയുന്ന അവസ്ഥ, ചോരയെല്ലാം ഛർദ്ദിച്ച് ലിവറെല്ലാം പോയിരിക്കുന്ന അവസ്ഥയാണ്. പക്ഷേ അധികം ദിവസം ജീവിക്കത്തില്ല എന്ന് വിധിയെഴുതിയ അവസ്ഥകളിൽ നിന്ന് അപ്പം 15 വർഷം ദൈവത്തെ നല്ല രീതിയിൽ ആരാധിച്ച് രോഗശാന്തിയൊക്കെ കിട്ടി. രോഗശാന്തി കിട്ടിയെന്ന് മാത്രമല്ല, രോഗശാന്തി ശുശ്രൂഷകനായി തീർന്നു. അനേകർക്ക് ഡെലിവറൻസുകൾ കിട്ടുമായിരുന്നു. അങ്ങനെ ഒരു അഭിഷേകമായിരുന്നു പ്രത്യേകം. അനേകരുടെ ബന്ധനങ്ങൾ അഴിയുമായിരുന്നു. ഒരു പരസ്യവും ഒരു പത്രവും ഒരു പേപ്പറും ഇല്ല. പക്ഷേ അതിങ്ങനെ കൈമാറിപ്പോയി എവിടെ നിന്നെല്ലാം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന സഹായം തേടിയൊക്കെ വരുമായിരുന്നു. ഒത്തിരി ത്യാഗം സഹിച്ചു. വെറുതെ യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് കുരിശടയാളം വരച്ചാൽ മതി, അല്ലെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് കൈകൾ വെച്ച് പ്രാർത്ഥിച്ചു വിട്ടാൽ മതി. പൊയ്ക്കോ, ധൈര്യമായിട്ട് പൊയ്ക്കോ, ഈശോ സുഖപ്പെടുത്തുന്നു പറഞ്ഞ് വിട്ടിരിക്കും. അല്ലെങ്കിൽ ആശുപത്രിയിലൊക്കെ ചെല്ലുമ്പോൾ പേര് വെട്ടി കൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് പോലെയാണ് പോയി കൈകൾ. പിന്നെ അതുപോലെ വർഷങ്ങളായിട്ട് വലിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിയൊക്കെ കിടക്കുന്ന രോഗികൾ പോലും അത്ഭുതകരമായിട്ട് രോഗശാന്തി കിട്ടിയ, മാറാത്ത നടുവേദന, ക്യാൻസർ, അങ്ങനെയുള്ള വാതരോഗങ്ങളൊക്കെ സൗഖ്യപ്പെട്ട നിരവധി. അല്ലാതെ ഞങ്ങളുടെ ഈ ശുശ്രൂഷ ഇപ്പോഴും തുടർന്നു പോകില്ലല്ലോ. അപ്പച്ചനിലൂടെ ആരംഭിച്ച അപ്പച്ചൻ്റെ മാനസാന്തരത്തിനും രോഗശാന്തിക്ക് വേണ്ടിയാണ് ഞാൻ ആദ്യമായിട്ട് അമ്മ എന്നെ വിളിച്ചും പാത്തും പ്രാർത്ഥിക്കാൻ വിട്ടത്. അങ്ങനെയൊന്നും വിടൂല്ല. അങ്ങനെ ആദ്യത്തെ ദാനം ആലപ്പുഴ IMSലാണ് ഞാൻ കൂടിയത്. അപ്പച്ചൻ ഭരണങ്ങാന CC കൂടി, അമ്മ കൊടുമ്പിടി താബോർ ധ്യാന കേന്ദ്രത്തിൽ ആദ്യത്തെ ധ്യാനം കൂടിയത്. പിന്നെ ഞങ്ങളുടെ വീട്ടിലെല്ലാവരും മാറിയും മറിച്ചും അനിയനും അനിയത്തി എല്ലാവരും കൂടി 3 മാസം കൂടുമ്പോൾ എല്ലാവരും ധ്യാനത്തിൽ പോകണമെന്ന് അപ്പച്ചനും നിർബന്ധമായി. അങ്ങനെ 1-2 കൊല്ലം ഈ 3 മാസം കൂടുമ്പോഴുള്ള കൂടൽ നിർത്തത്തില്ല. അങ്ങനെ ഒരു നിലനിൽപ്പ്, ഒരു കൃപ ആയപ്പോഴാണ് പിന്നെ 6 മാസത്തിലൊരിക്കലായി അങ്ങനെയൊക്കെ. അപ്പോൾ എല്ലാ ദിവസവും വീട്ടിലെല്ലാവരും വിശ്വ കുർബാനക്ക് പോകണം, അങ്ങനെയൊക്കെ നിർബന്ധമായിരുന്നു. അങ്ങനെ ഒരു പ്രാർത്ഥന അന്തരീക്ഷം, പ്രാർത്ഥന മുടക്കാറില്ല. അപ്പം അച്ഛൻ പേഴ്സണലായിട്ടൊക്കെ ചൊല്ലുന്ന ജപമാലക്ക് കയ്യും കണക്കും ഇല്ലായിരുന്നു, അത്രയും ജപമാല ചൊല്ലും. അങ്ങനെയാണ് ഇവിടം വരെ എത്തിയത്. അപ്പോൾ ആ ഒരു അഭിഷേകം എന്നോട് ഇന്നാളൊരു വലിയൊരു വചന ശുശ്രൂഷ പറഞ്ഞു ചെയ്താൽ കൂടുതൽ നെകളിക്കണ്ട, എൻ്റെ അപ്പൻ്റെ പ്രാർത്ഥനയിൽ കിട്ടിയ കൃപ കൊണ്ടാണ് ഇപ്പോൾ ഇത്ര മിടുക്കനായത്, ഇങ്ങനെ ശുശ്രൂഷയൊക്കെ ചെയ്യാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും പറയാനായിട്ട് സാധിക്കും. അപ്പച്ചന് അങ്ങനെയുള്ള അപ്പച്ചന് കിട്ടിയതിനേക്കാൾ പല മടങ്ങ് ശുശ്രൂഷകൾ കേരളത്തിനകത്തും പുറത്തും മീഡിയയിൽ കൂടെയും പ്രസിദ്ധീകരണങ്ങളിൽ കൂടെ എല്ലാം ചെയ്യാൻ അപ്പച്ചൻ്റെ ആ മാധ്യസ്ഥവും പ്രാർത്ഥനയും
എല്ലാം കൊണ്ട് സാധിച്ചതിന് ഞാൻ ദൈവത്തിന് നന്ദി പറയാം. അപ്പൻ്റെ ആണ്ടായതുകൊണ്ട് ആ കാര്യം കൂടെ ഇന്ന് ചേർത്ത് പറയുകയാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയം രോഗി ലേപനം എന്ന് പറയും അല്ലേ, അതിന് ഒടുക്കത്തെ എന്നൊക്കെ പറയും. ഞാൻ ഒരു കുടുംബത്തിൽ ഇതുപോലെ അമ്മയുടെ അവസ്ഥ പറഞ്ഞപ്പോൾ അമ്മന് രോഗിലേപനം കൊടുപ്പിക്കുക. അപ്പോൾ അവരുടെ 1-2 മക്കൾ ഭയങ്കര എതിരാ. അച്ഛമ്മന്ന് രോഗിലേപനം കൊടുത്തിട്ട് അമ്മേനെ കൊല്ലാൻ നോക്കി എന്ന് പറഞ്ഞ് ഭയങ്കര പ്രശ്നം. പക്ഷേ തൊട്ടടുത്ത ദിവസം തന്നെ അമ്മ മരിച്ചുപോയി. പക്ഷേ ഈ രോഗിലേപനം കൊടുപ്പിച്ചെന്നും പറഞ്ഞ് അതിൽ 1-2 പേര് എന്നെയും വിളിച്ച് ഭയങ്കരമായിട്ട് വഴക്കൊക്കെ പറഞ്ഞ്, എന്താണ് ഈ കാണിച്ചത്, ഞങ്ങളുടെ അമ്മേനെ കൊല്ലാൻ വേണ്ടി നോക്കിയതാണ്. അത്രയ്ക്ക് അത്യാസന്നമായൊരവസ്ഥ. അത് മരിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞ് കണ്ട രോഗിലേപനം കൊടുത്തത് നന്നായി. രോഗിലേപനം കൊടുത്തത് കൊണ്ടല്ല മരിച്ചത്, മരിക്കാനിരുന്ന് നമുക്ക് രോഗിലേപനം കൊടുത്തത് കൊണ്ട് ഒരു നിത്യശാന്തി കിട്ടി. അതാണ് പറയുന്നത് സഹനം, ശമനം, നിത്യശാന്തി, എന്ത് ശാന്തമായ മരണം. അപ്പോൾ ചിലർക്ക് സഹനശക്തി കിട്ടും, ചിലർക്ക് ശമനം കിട്ടും, അപ്പം തന്നെ അത്ഭുത രോഗശാന്തി. എൻ്റെ ഒരു സുഹൃത്ത്, അദ്ദേഹം ഇന്നൊരു വചനപ്രഘോഷമാണ്. കേരളത്തിലല്ല, ഇന്ത്യയിലല്ല, മറ്റ് രാജ്യങ്ങളിൽ പോയി വചനം പോഷിക്കുന്ന ഒരു വലിയ മലയാളിയാണ്, ശുശ്രൂഷകനാണ്. നെഞ്ചിന് കീഴ്പോട്ട് തളർന്നിരുന്ന ആൾ ഈശോ അത്ഭുതകരമായിട്ട് രോഗശാന്തി കൊടുത്തു. ഫോണിൽ കൂടെ പ്രസംഗം കാണുമ്പോൾ, വചനം കേൾക്കുമ്പോൾ, നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പോലെ അത്ഭുതകരമായിട്ട് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തളർന്ന് കടന്നിരുന്ന സ്പൈനൽ കോഡിന് പ്രശ്നമായിട്ട് ആശുപത്രി ഉപേക്ഷിച്ച വീട്ടിൽ കൊണ്ടുവന്നിട്ടിരുന്ന ആ രോഗി ഒരു വാടക വീട് പോലും ആയിരുന്നു, സ്വന്തം വീട് പോലും ഇല്ല. അത്ഭുതകരമായിട്ട് കർത്താവ് സുഖപ്പെടുത്തി. ഇന്നൊരു വചന പ്രഘോഷകനാണ്. ഇവിടെ എത്ര എണ്ണം ഉണ്ടെന്നറിയാമോ? ഇവിടെ അല്പം കഴിയുമ്പോൾ ഒരു സഹോദരൻ വരും, തെരുവിൽ അലഞ്ഞു കിടക്കുന്നവർക്ക് ഞങ്ങൾ ഇന്ന് ഭക്ഷണം തയ്യാറായിക്കൊണ്ടിരിക്കുക. അതിനിടക്കാണ് ഇങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് തോന്നിയത്. അപ്പോൾ ക്യാൻസർ ഫിക്സ്, മഞ്ഞപ്പിത്തം, വൈദ്യശാസ്ത്രം കൈയൊഴിഞ്ഞു, ഇന്ത്യയിൽ ഒരിടത്തും ഇനി ഇതിന് മരുന്നില്ല. അങ്ങനെ ഒരു പ്രാർത്ഥിക്കാൻ കൊണ്ടുവന്നു ഒരു വിജാതീയ സഹോദരനാണെന്ന് കൂടെ ഓർക്കണം. ഇന്ന് പോലീസിൽ ജോലി എടുക്കുന്നു. ഈശോ പൂർണ്ണമായിട്ട് സൗഖ്യം കൊടുത്തു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, യേശുവേ നന്ദി. അങ്ങനെ എത്ര കേസുണ്ടെന്നറിയാമോ? മകളുടെ കല്യാണം അടുത്തിരിക്കുന്ന ദിവസങ്ങളിൽ അമ്മ മരിക്കുന്നതിന് മുമ്പ് ഒരു മകളയിലും കെട്ടിച്ചു വിടാൻ. പക്ഷേ അമ്മ 1 മോക്കടയും കഴിഞ്ഞു, 2 മോക്കടയും കഴിഞ്ഞു, അവരുടെ മക്കളും ആയി, പിള്ളേരൊക്കെ വലുതായി. ആ രീതിയിൽ ഈശോ അത്ഭുതകരമായിട്ട് ക്യാൻസർ മാറ്റി. മരിക്കുമെന്ന് വൈദ്യശാസ്ത്രം വിധി എഴുതിയ. വേറൊരു കേസ് ഓർക്കുകയാണ്, ജനറൽ ഹോസ്പിറ്റലിൽ തന്നെ നേഴ്സായിരുന്നു. അന്ത്യാവസ്ഥയിൽ എല്ലാവരെയും കാണിച്ചോ അറിയിച്ചോ എന്നും പറഞ്ഞ് എന്നെ അവരുടെ സഹോദരി വിളിച്ചുകൊണ്ടുപോയി പ്രാർത്ഥിപ്പിച്ചു. പക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ കണ്ണുനീര് കുടുകൂടാ ഒഴുകിപ്പോയി. ജനറൽ ഹോസ്പിറ്റലിൽ തന്നെ നേഴ്സായിട്ട് ജോലിയെടുത്തിരുന്ന വ്യക്തിയായിരുന്നു. ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഈശോ അത്ഭുതകരമായിട്ട് സൗഖ്യം കൊടുത്തു. ഒരു വിജാതിയായ ഒരു സഹോദരിയാണ്. അപ്പോൾ ഈശോയ്ക്ക് ജാതിയും മതമൊന്നുമില്ല, പ്രായവും കാലപ്പഴക്കവും ഒന്നും പ്രശ്നമല്ല. വൈദ്യശാസ്ത്രം അസാധ്യമാക്കിയതോ സാധ്യമാക്കിയതോ അതും പ്രശ്നമല്ല. വൈദ്യന്മാരുടെ ഔഷധത്തിൻ്റെ എല്ലാം നിയന്താവും ഉപജ്ഞാതാവും കർത്താവാണ്. അതുകൊണ്ട് ഒരു ഡോക്ടർ പറഞ്ഞു അല്ലെങ്കിൽ വൈദ്യശാസ്ത്രം പറഞ്ഞു എന്നും പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കണ്ട. ഇവിടെ വചനം പറയുന്ന ഇതാണ്, സുഭാഷിതം 18:14. ഉന്മേഷമുള്ള മനസ്സ് രോഗം സഹിക്കുന്നു, തളർന്ന മനസ്സിനെ ആർക്ക് താങ്ങാൻ കഴിയും? ഇന്ന് 180% രോഗങ്ങളുടെ പ്രധാനപ്പെട്ട കാര്യം വൈദ്യശാസ്ത്രം പോലും പറയുന്നത് 75-80% എന്തുട്ടാണ്? മനസ്സിൻ്റെ അവസ്ഥ. സൈക്കോസോമാറ്റിക് ഡിസീസ്, മനസ്സിൻ്റെ പ്രയാസങ്ങൾ രോഗികളാക്കി മാറ്റുന്നു. ബോധ മനസ്സിലേക്ക് പോയി, ഉപബോധ മനസ്സിലേക്ക് പോയി, അവിടെ നിന്ന് അബോധ മനസ്സിലേക്ക് പോയി, കാര്യവും പിടികിട്ടുന്നില്ല, മൂല കാരണങ്ങളും അറിയുന്നില്ല. പക്ഷേ ഇന്ന് വചനം കേൾക്കുമ്പോഴും കൗൺസിലിങ്ങിലൂടെ ആരാധനയിലൂടെ ആ വേരോടെ മൂല കാരണങ്ങളെ കർത്താവ് പെഴുതെറിയുകയും ആരോഗ്യമുള്ളവരാക്കി. യോഹന്നാൻ 10:10 ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായിട്ട് നൽകാൻ, രോഗിയായി വന്ന് വൈദ്യനായി കടന്നു പോകാൻ. അങ്ങനത്തെ ഒരവസ്ഥയിൽ ഈശോ വചനപ്രഘോഷകരായി രോഗശാന്തി ശുശ്രൂഷകരാക്കിയെല്ലാം ഈശോ പലരെയും ഇതിനകം മാറ്റിക്കഴിഞ്ഞു. ഇന്നും സംഭവിക്കുന്നത് അതാണ്. അപ്പോൾ മനസ്സിൻ്റെ പ്രയാസം മൂലം വന്നതും അണുക്കൾ മൂലം വന്നതും അണുക്കൾ പടർന്നു കഴിഞ്ഞു, ഇനി രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞ കേസൊക്കെ രക്ഷപ്പെട്ട് സുഖപ്പെട്ടിരിക്കുന്ന അവസ്ഥകൾ. ഞങ്ങൾ ഈ കോവിഡ് കാലത്ത് വഴിയിൽ അലഞ്ഞിരിക്കുന്നവർക്ക് വേണ്ടി ഭക്ഷണപ്പൊതിയായിട്ട് പോകുമ്പോൾ സാറന്മാരെ ഇനിയും വന്നേ, വരാതിരിക്കരുത്, പണ്ട് വന്നവർ സംഘടനക്കാരും ആരും വന്നില്ലെന്നും പറഞ്ഞ് അവർ കെഞ്ചിപ്പറയും. അപ്പോൾ എൻ്റെ ഭാര്യ പറഞ്ഞു നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ഇതുപോലെ കൊടുക്കുക. അങ്ങനെ അടുപ്പിച്ച് പലതവണ എറണാകുളം പട്ടണത്തിൽ വഴിയരികി കിടക്കുന്നവർക്ക് ഞങ്ങളാൽ സാധിക്കുന്ന രീതിയിൽ 50, 100, 150, 200 ഒക്കെ ആയിട്ട് ഭക്ഷണപ്പൊതികൾ ഇവിടെ ഇട്ട് തന്നെ തയ്യാറാക്കി. പോലീസും ഉണ്ടാവും കൂടെ, ജനമൈത്രി പോലീസ്, ബിനോബാബു സാറും അല്ലെങ്കിൽ സിനീഷ് സാറ്, ഇവരൊക്കെയാണ്. അങ്ങനെ കൊണ്ടുപോയി കൊടുക്കുക. അന്ന് സ്റ്റേഷനിൽ നിന്ന് ചിലപ്പോൾ സാധിക്കുമെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസം ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോകുമായിരുന്നു. അങ്ങനെ നല്ലൊരു സപ്പോർട്ടൊക്കെയാണ് ഉണ്ടായത്. അപ്പോൾ അങ്ങനെ
കൊണ്ടുപോയി കൊടുക്കും. അപ്പോൾ പലരും പറഞ്ഞു കോവിഡ് ഒന്ന് ചാകാൻ വീട്ടിൽ കിടന്ന് ചാകാൻ സമയമില്ലാത്തതിന് രോഗം അന്വേഷിച്ച് പോകണമെന്ന് പറഞ്ഞ്. പക്ഷെ എന്നെ ഞെട്ടിപ്പിച്ച ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ ഈ പത്രവും ടി വി ഒക്കെ കാണുമ്പോൾ ഒരു ഭിക്ഷക്കാർ പോലും വഴി കിടക്കുന്ന അലഞ്ഞിരിഞ്ഞ് കിടക്കുന്ന ആരും കോവിഡ് വന്ന് ചത്ത് കിടന്നതായിട്ടോ മരിച്ചതായിട്ടോ ഒരു വാർത്ത പോലും റിപ്പോർട്ട് ചെയ്തതായിട്ട് കണ്ടില്ല. പക്ഷേ വലിയ വലിയ VIP ഒരുപാട് ലക്ഷം രൂപയുടെ മെഡിക്ലെയിമും സൗകര്യങ്ങളും ഇട്ടുമൂടാൻ പണം ഉള്ളവരൊക്കെ പടപടാന്നും പറഞ്ഞ് ഇതെല്ലാം ഉണ്ടായിട്ടും ഏറ്റവും ഉന്നത ചികിത്സയൊക്കെ കൊണ്ടുപോയിട്ടു പോയ അവസ്ഥകൾ. അപ്പം ഞങ്ങളോട് പലരും പറഞ്ഞ് ചാകാൻ വേറെ സ്ഥലമില്ല, വീട്ടിൽ കിടന്ന് ചെയ്യാൻ പാടില്ല, എന്തിനാ പോയി എരുന്ന് മേടിക്കുന്നതെന്ന് പറഞ്ഞു. അന്നും ഇന്നും ഈ ഒരുവന് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തതെന്ന ആ അന്തിമ വിധിയിലെ വചനങ്ങളുടെ അഭിഷേകം അന്നുണ്ട് ഇന്നുണ്ട്. ഇന്നിപ്പോൾ ഭക്ഷണപ്പൊതികൾ എൻ്റെ ജീവിത പങ്കാളി തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും കുറേ കാര്യങ്ങൾ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ വേറെ ആർക്കും അല്ല കൊടുക്കുന്നത്, വഴിയരികെ കിടക്കുന്നവർക്കോ അലഞ്ഞിരിഞ്ഞ അനാഥർക്കോ കൊടുക്കുന്നത്. പക്ഷേ അത് ഈശോയ്ക്ക് കൊടുക്കുന്ന ഒന്നാമൻ. അതിനു പിന്നിൽ പ്രവർത്തിക്കുന്ന നിയോഗം വെക്കുന്ന ശക്തമായ നിയോഗങ്ങൾ വരെയും സാധിച്ച് കിട്ടാറുണ്ട്. കാരണം അത്ര വലിയ അതൊരു പരിഹാര ശുശ്രൂഷയാണ്. പലരും സാക്ഷ്യപ്പെടുത്താറുണ്ട്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16-ാം അധ്യായത്തിൽ 12-ാം വാക്യം, കർത്താവേ, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തുക. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. രോഗം വരുമ്പോൾ ഉദാസീനനാക കർത്താവിനോടൊന്നു പ്രാർത്ഥിക്കുവിൻ. ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. അതുകൊണ്ട് രോഗശാന്തി ശുശ്രൂഷൻ്റെ ബലമോ പരമോ മിടുക്കോ ഒന്നുമല്ല. രോഗിക്ക് വേണ്ടി ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുമ്പോൾ ഒന്നുകിൽ പ്രാർത്ഥിക്കുന്നവൻ്റെ വിശ്വാസം, അല്ലെങ്കിൽ രോഗിയുടെ വിശ്വാസം, അല്ലെങ്കിൽ കൊണ്ടുവന്നവരുടെ വിശ്വാസം. തളവാത രോഗി യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന 4 പേരുടെ വിശ്വാസം കണ്ട് ഈശോ സുഖപ്പെടുത്തുന്നതായിട്ട് ബൈബിളിൽ കാണുന്നുണ്ട്. പിശാചുബാധ ബാലൻ്റെ പിതാവിൻ്റെ വിശ്വാസം വർദ്ധിപ്പിച്ച് കുട്ടിയെ ഈശോ സുഖപ്പെടുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. കൂനിയായ സ്ത്രീയിൽ നിന്ന് പിശാചിനെ പുറത്താക്കി അവർക്ക് സൗഖ്യം കൊടുക്കുന്നതായിട്ട് 18 വർഷം കൂനിയായ സ്ത്രീയെ ഈശോ സുഖപ്പെടുത്തുന്നു. ദൈവത്തിന് എങ്ങനെ വർഷമോ കാലമോ സമയമോ നമ്മുടെ യോഗ്യതയോ അയോഗ്യതയോ ഒന്നും പ്രശ്നമല്ല. അപ്പോൾ സഹനം, ശമനം, നിത്യശാന്തി, ചിലത് മരണം വരെ ഉണ്ടാകും. ഫാദർ ഡാമിയൻ കുഷ്ഠരോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അൾത്താരയിലെ വണക്കത്തിന് വിശുദ്ധ പദവിയിലേക്ക് ഉയർന്ന ഫാദർ ഡാമിയൻ കുഷ്ഠരോഗികൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത് സഹനം, അവസാനം കുഷ്ഠരോഗിയായി, എന്നാൽ അൾത്താരയിലെ വണക്കത്തിലേക്ക് ഉയർത്തപ്പെട്ടു. അപ്പോൾ ഇങ്ങനെ മരണത്തിലേക്ക് കടന്നു വന്ന സഹനം, ശമനം, നിത്യശാന്തി അങ്ങനെയുള്ളവരുണ്ട്. ചിലർക്ക് സഹിക്കാനുള്ള കൃപ, പാപികളുടെ മാനസാന്തരവും ആത്മാക്കളുടെ രക്ഷയ്ക്കും വേണ്ടി കാഴ്ചവെക്കാൻ എത്രയോ വിശുദ്ധരാണ്. ഇത് ഈശോയുടെ മഹത്വത്തിന്, ഇത് പാപികളുടെ മാനസാന്തരം. നമുക്കൊരു ചെറിയ തുമ്മൽ വന്നാൽ, ചെറിയൊരു രോഗം വന്നാൽ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതോടുകൂടി നമ്മുടെ എല്ലാം തകർന്നു പോയി. പിന്നെ വായിന്ന് തന്നെ എന്താണെന്ന, വിശ്വാസം ഉപേക്ഷിച്ചാന്ന, അല്ലെങ്കിൽ മരവിച്ചു പോയെന്ന, ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. ഇതാണ് യഥാർത്ഥ വിശ്വാസം. അതുകൊണ്ട് വിശ്വാസം വർദ്ധിക്കാനുള്ള വരത്തിന് വേണ്ടി കൂടി നമ്മൾ പ്രാർത്ഥിക്കണം. ഒരു പാട്ടിൻ്റെ വരികളൊക്കെ, രോഗിയായി തളർന്നിരിക്കും എന്നിലേക്കു നീ, തൃക്കരങ്ങൾ നീട്ടി പൂർണ്ണ സൗഖ്യമേകണേ. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന രോഗികൾക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പാപിയായി തകർന്നിരിക്കും എന്നിലേക്കു നീ, തൃക്കടാക്ഷമേകി പൂർണ്ണ സൗഖ്യമേകണേ. രോഗിയായി തളർന്നിരിക്കും എന്നിലേക്കു നീ, തൃക്കരങ്ങൾ നീട്ടി പൂർണ്ണ സൗഖ്യമേകണേ. പാപിയായി തകർന്നിരിക്കും എന്നിലേക്കു നീ, തൃക്കടാക്ഷമേകി പൂർണ്ണ സൗഖ്യമേകണേ. സങ്കീർത്തനം 107 17 മുതലുള്ള വാക്യങ്ങളാണ്. 20-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? തങ്ങളുടെ കഷ്ടതയിൽ 19-20 കഷ്ടതയിൽ കർത്താവ് അവർ കർത്താവിനോട് വിളിച്ചപേക്ഷിച്ചു, അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു, അവിടുന്ന് തൻ്റെ വചനം അയച്ച് അവരെ സുഖപ്പെടുത്തി. ഒരു തട്ടിപ്പുമില്ല. രോഗശാന്തി ഒരു തട്ടിപ്പുമല്ല, അത് പിശാചിൻ ചെലുത്താനൊന്നുമല്ല. വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും. ഇതുപോലെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ, അവിടുത്തെ കുരിശുമരണത്തിൻ്റെ യോഗ്യതയുടെ ആ ഡിപ്പോസിറ്റിൻ്റെ യോഗ്യത കർത്താവ് നേടിത്തന്നു കഴിഞ്ഞു. 1 പത്രോസ് 2:24 പറയുന്നു, അവിടുത്തെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടുവെന്ന്. അതുകൊണ്ട് രോഗശാന്തി അഭിഷേകം കിട്ടുന്നത് കർത്താവ് സഹിച്ച പാടുപീഡകളുടെ കുരിശുമരണത്തിൽ
മരണത്തിൻ്റെ അവിടുത്തെ അനന്തമായ ആ ബലിയുടെ യേശുവിൻ്റെ നാമത്തിൽ യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ യോഗ്യതയാലാണ് പരിശുദ്ധാത്മാവിലൂടെ ലഭിക്കുന്നത്. മത്തായി സുവിശേഷം 8-ാം അധ്യായം 16-17 ഭാഗത്തിൽ സായാഹ്നമായപ്പോൾ അനേകം രോഗികളെയും പിശാചുബാധിതരെയും അവർ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവിടുന്ന് വചനം കൊണ്ട് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുകയും രോഗികളെ സുഖപ്പെടുത്തുകയും ചെയ്തു. നോക്കിയേ, വചനം കൊണ്ട് ഈശോ എന്ത് ചെയ്ത് പിശാചിനെ പുറത്താക്കി. അതുപോലെ രോഗമാണെങ്കിൽ രോഗം സുഖപ്പെടുത്തി. യേശുവിൻ്റെ കാലത്ത് അനേകം രോഗികളുണ്ടായിരുന്നു. എല്ലാവരെയും സുഖപ്പെടുത്തി എന്നൊന്നും പറയുന്നില്ല. എല്ലായിടത്തും പോയി ആശുപത്രിയും മരുന്നും വേണ്ടെന്നും പറഞ്ഞ് ഓടിച്ചോ, അങ്ങനെയൊന്നുമില്ല. യേശു ദൈവമാണെന്ന് അറിയുന്നതിനും വെളിപ്പെടുന്നതിനും വേണ്ടി കർത്താവ് ചില പ്രത്യേകമായ വിളികളും തെരഞ്ഞെടുപ്പുകളും ഇടപെടലും എല്ലാം നൽകുകയാണ്. യേശുവിൻ്റെ ഇടപെടൽ ഇഷ്ടമില്ലാത്ത പിശാചുബാധിതരിൽ നിന്ന് പോലും യേശു അശുദ്ധാത്മാവിനെ പുറത്താക്കുന്നു. കാരണം എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു എന്ന് അവർ ചോദിക്കുക. അപ്പോൾ കാരണം അശുദ്ധാത്മാവ് ഈ മനുഷ്യരിൽ നിന്ന് പുറത്തു പോയെന്ന് യേശു കൽപ്പിച്ചിരുന്നു. മാർക്കോസ് എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 12-13 വാക്യത്തിൽ പറയുന്നു, ശിഷ്യന്മാർ പുറപ്പെട്ട് ജനങ്ങളോട് അനുദപിക്കണമെന്ന് പ്രസംഗിച്ചു. അനേകം പിശാചുക്കളെ പുറത്താക്കി, അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി. ഇന്ന് തിരുസഭയിൽ ഇതാണ് നടക്കുന്നത്. രോഗശാന്തി അഭിഷേകവും രോഗിലേപന പ്രാർത്ഥനയിലെല്ലാം തൈലം പൂശി പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ഒരുങ്ങി കുമ്പസാരിച്ച്, ഞാനൊക്കെ ചില കേസൊക്കെ പറഞ്ഞ് പോയി കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചിട്ട് വാന്നും പറഞ്ഞ്, അല്ലെ എല്ലാവരും കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചിരുന്നോ, അന്നേരം വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞ കേസുണ്ട്. പക്ഷേ അപ്പോൾ ഒത്തിരി സൗഖ്യം, ഒത്തിരി ഡെലിവറൻസ് ഉണ്ടാകും. അവിടെ നിന്ന് അനുദപിക്കണമെന്ന് ശിഷ്യന്മാരെന്താ ചെയ്തത്? ജനങ്ങളോട് അനുദപിക്കണം. ഇതിൻ്റെയൊക്കെ ലക്ഷ്യം ഇതാണ്, മാനസാന്തരപ്പെടുക. രോഗശാന്തിയും വചനവും പിശാചുകളെ പുറത്താക്ക് അതൊരു കച്ചവടമല്ല. അത്ഭുതങ്ങളുടെ പുറകെ ദൈവത്തെക്കാൾ പ്രാധാന്യം അത്ഭുതത്തിനും രോഗശാന്തിക്കും കൊടുക്കാനല്ല. ഒരിക്കലും ദൈവത്തെക്കാൾ വലുത് ഇതൊന്നും അല്ല. അപ്പം പരിശുദ്ധാത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ജനങ്ങളോട് അനുദപിക്കണമെന്ന് പ്രസംഗിച്ചു. അനേകം പിശാചുക്കളെ പുറത്താക്കി, അനേകം രോഗികളെ തൈലം പൂശി സുഖപ്പെടുത്തി. അപ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ നാമത്തിൽ ചെയ്ത കാര്യമാണ്. മാർക്കോസ് 6:12-13. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്, നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ. അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. രോഗിയെ സുഖപ്പെടുത്തും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. രോഗശാന്തിക്കാരനെ എഴുന്നേൽപ്പിക്കും എന്നല്ല പറഞ്ഞത്, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. ഈ വചനം രോഗികളൊന്ന് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും. യാക്കോബ് 5:13-15 വരെ. അതുകൊണ്ട് എത്ര വലിയ പാപമാണെങ്കിലും കുറ്റബോധത്താൽ ഇനി നീറണ്ട. കുമ്പസാരത്തിൽ ഏറ്റുപറയുക. കുമ്പസാരത്തിന് തുല്യം കുമ്പസാരം മാത്രം. എത്ര വലിയ പദവിക്കാരാണെങ്കിലും ശരി. കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു കുമ്പസാരിക്കാൻ കൊള്ളൂല, അവരും മനുഷ്യരല്ലേ എന്ന് പറയും. അത് ശരി, അവിടെ ഇരുന്നോ. അപ്പോൾ ജനിക്കുമ്പോൾ മാമോസ് തരാൻ അച്ഛൻ വേണം, കുർബാന കള്ളപ്പാട് അച്ഛൻ വേണം, സൈരലേവനം തരാൻ അച്ഛൻ വേണം. മരിച്ചു കഴിയുമ്പോൾ പള്ളി കയറാത്തവനാണെങ്കിൽ പോലും ശവടക്കിന് ആര് വേണം? അച്ഛൻ വേണം. കുമ്പസാരിക്കാൻ മാത്രം അലർജി അല്ലേ? ഏറ്റവും ലോകകള്ളൻ്റെ ഏറ്റവും വലിയ തട്ടിപ്പാണ് അവിടെ കാണുന്നത്. മാർപ്പാപ്പക്ക് വരെയും കുമ്പസാരക്കാരനുണ്ട്. അതിനൊക്കെ വലിയ ആൾക്കാരാണെങ്കിൽ കുമ്പസാരിക്കണ്ട. അപ്പോൾ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിക്കൊണ്ട് ലൂക്കാസ് വിശേഷത്തിൽ 5:13-14 വാക്യങ്ങൾ കാണുന്നുണ്ട്. ഈശോ പറയുന്നുണ്ട്, നിന്നെ തന്നെ പോയി പുരോഹിതന് കാണിച്ചു കൊടുക്കുക. പുരോഹിതർക്കുള്ള സ്ഥാനം ഈശോ നിഷേധിക്കുകയല്ല ചെയ്തത്, നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക. അതാണ് കുമ്പസാരം എന്ന് പറഞ്ഞ കൂദാശ നമുക്ക് പറഞ്ഞു തരുന്നത്. നിന്നെ തന്നെ കാണിച്ചു കൊടുക്കുക. ചിലർക്ക് എങ്ങനെ കുമ്പസാരിക്കേണ്ടതെന്ന് അറിയില്ല, പക്ഷേ എളിമപ്പെടാൻ പറ്റത്തില്ല. കുമ്പസാരത്തിനെക്കുറിച്ച് തർക്കിക്കും, ദൈവത്തോട് നേരിട്ട് പറയുന്നവരാണെന്ന് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള മനോഭാവങ്ങളെല്ലാം മാറ്റണം. മാർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 16:15-18 വരെയുള്ള വാക്യങ്ങളെ പറയുന്നത്, വിശ്വസിക്കുന്നവരോട് കൂടെ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. ഇപ്പോൾ രോഗശാന്തിക്ക് തടസ്സം പിശാചാണെങ്കിൽ ആ പൈശാചിക ബന്ധനം
മാറ്റും. വരങ്ങൾ ലഭിച്ചവർ പിശാചുക്കളെ ബഹിഷ്കരിക്കും. അവർ രോഗികളുടെ മേൽ കൈകൾ വെക്കും, അവർ സുഖം പ്രാപിക്കും. മാരകമായ എന്ത് കുടിച്ചാലും അവരെ ഉപദ്രവിക്കും. അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും. ചീറ്റണേനെയും കൊത്തണേനെയും അലറണേയും പാമ്പിനെയും മൂർഖനെയും സിംഹത്തിൻ്റെയും കടുവയുടെയും കാര്യം മാത്രമല്ല, നമ്മൾ ശുശ്രൂഷ ചെയ്യുന്ന മേഖലകളിലും കുടുംബത്തിലും എല്ലാം ഇതുപോലെ കൊത്തണേയും ചീറ്റനെയും പിന്നെ ഒരു നിമിഷം കൊണ്ട് വിഷം വരുത്താൻ കഴിവുള്ള തരത്തിലുള്ള ക്യാരക്ടറുകൾ പലതും ഉണ്ടാവും. അല്ലാതെ പാമ്പും തേളും പഴുതാരയും മാത്രമല്ല. അവിടെ എല്ലാം കർത്താവ് അതെല്ലാം പത്തി മടക്കും, ഒതുക്കും, മാറ്റങ്ങൾ വരും, എളിമപ്പെടും, അത്ഭുതങ്ങൾ നടക്കും. ഇതിനെയാണ് മാനസാന്തര അനുതാപം എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അടയാളങ്ങൾ കാണാൻ സാധിക്കും. അപ്പോൾ വെടിയും വെക്കണം കേട്ടോ എന്ന് പറയേണ്ട കാര്യമില്ല. രോഗശാന്തികൾ അതിൻ്റെ കൂട്ടത്തിൽ. അതുകൊണ്ടാണ് പാട്ടിൽ പാടുന്നത്, രോഗം മാറും ക്ഷീണം മാറും ആരാധനയിങ്കൽ മൺകുടമുടയും തീകത്തിയിടും ആരാധനയിങ്കൽ അപ്പസ്തോലൻ രാത്രികാലെ ആരാധിച്ചപ്പോൾ ചങ്ങല പൊട്ടി ബന്ധിതരെല്ലാം മോചിതരായല്ലോ. ആരാധിക്കുന്നേൻ ഞങ്ങൾ ആരാധിക്കുന്നേൻ ആത്മനാഥനേശുവിനെ ആരാധിക്കണം. ഭർത്താവിനെ അല്ല, കൂട്ടുകാരെ അല്ല, വ്യക്തികളെ അല്ല, അയൽവാസികളെ അല്ല, ലോകത്തെ അല്ല, ജോലിയല്ല, വിസയല്ല, പണത്തെ അല്ല. കർത്താവിനൊന്നാം സ്ഥാനം. കർത്താവിനെ ആരാധിക്കണം. ചിലരാകെ തകർന്നു പറഞ്ഞു, വിസയുടെ ശരിയായില്ല, അല്ലെ കോഴ്സ് പാസ്സായില്ല, അല്ലെ ഭർത്താവ് ഇങ്ങനെ പറഞ്ഞു, ഭാര്യ ഇങ്ങനെ പറഞ്ഞു. ഇതൊരിക്കലും ഞാൻ പ്രതീക്ഷിച്ചതല്ല. ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുക. ആത്മീയത ശക്തി പ്രാപിക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെയെല്ലാം തകർന്നു പോകുന്നതിൻ്റെ. മക്കളെന്തോ കാണിച്ചു, എന്തോ പറഞ്ഞു, അല്ലെങ്കിൽ എന്തോ നഷ്ടങ്ങൾ വന്നു, അതിൻ്റെ പേരിൽ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല. രോഗം മാറും ക്ഷീണം മാറും ആരാധനയിങ്കൽ മൺകുടമുടയും തീകത്തിയിടും ആരാധനയിങ്കൽ. ആരാധിച്ച് ഏത് തകർച്ചക്കും ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ച് പറ്റൂല ബ്രദറെ എന്ന് പറയണം. പറ്റണം. ഈശോ നമ്മളോട് പറയുന്നത് പറ്റണം. ചോദ്യപ്പിൻ നിങ്ങൾക്ക് തരപ്പെടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും. മത്തായി 7:7. പുറപ്പാടിൻ്റെ പുസ്തകം 23-ാം അധ്യായം 24-25 വാക്കുകൾ. അന്യജനരുടെ ആചാരങ്ങൾ നിങ്ങൾ അനുകരിക്കരുത്. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങൾ ആരാധിക്കണം. അപ്പോൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നീക്കിക്കളയും. ഗർഭഛിദ്രമോ വന്ധ്യതയോ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കില്ല. നിങ്ങളുടെ ഭക്ഷണപാനീയങ്ങളെ ആശീർവദിക്കും. രോഗം നീക്കിക്കളയും. ആര് നീക്കിക്കളയും? കർത്താവ് നീക്കിക്കളയും. ഒരു വണ്ടി ഉണ്ടാക്കാൻ അതിൻ്റെ നെട്ടും ബോൾട്ടും ഉണ്ടാക്കാൻ വലിയ പ്രയാസം. അപ്പോൾ രോഗി എന്ത് ചെയ്യണം? രോഗി അനുദപിക്കണം. രോഗി പാപം ഉപേക്ഷിക്കണം, വെറുപ്പ് മാറ്റണം. എനിക്കൊരു കുറവുമില്ല, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിരിക്കുന്നവരായിത്തീരുക. എൻ്റെ പേരാണ് അഹങ്കാരം. ന്യായീകരണം പാടില്ല. എളിമപ്പെടണം, മാനസാന്തരപ്പെടണം, പരിഹാരം ചെയ്യണം, തിരിച്ചു വരണം, ദൈവത്തിലേക്ക് തിരിച്ചു വരണം, ദൈവത്തെ ആരാധിക്കണം, സ്തുതിച്ച് പ്രാർത്ഥിക്കണം. കുടുംബം മുഴുവൻ രക്ഷപ്പെടും. കുടുംബത്തിലെ ഏതെങ്കിലും ഒരു രോഗിക്ക് വേണ്ടി മറ്റു രോഗീനെ നോക്കുന്ന ആരാണോ? ബഹുമാനപ്പെട്ട മാത്യു നായ്ക്കമ്മൽ അച്ഛനൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള കാര്യം ഇതാ. എന്നാൽ രോഗീനെ നോക്കണ ആൾ വന്ന് വചനം കേൾക്ക്, ധ്യാനം കൂടുമെന്ന് പറയും. ഇതേ വീട്ടിൽ കിടക്കുന്ന രോഗി അത്ഭുതകരമായിട്ട് ആ സമയത്ത് രോഗശാന്തി കിട്ടിയ അനുഭവങ്ങൾ എത്ര ഇവിടെ ശുശ്രൂഷ സമയത്ത് ഉണ്ടായിട്ടുണ്ട് ഇതുപോലത്തെ അനുഭവങ്ങൾ. രോഗിയെ വീട്ടിൽ കിടത്തിയിട്ട് രോഗിയെ നോക്കുന്ന ആൾ വന്ന് വചനം കേൾക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ചെന്ന് കഴിഞ്ഞപ്പോൾ രോഗി കട്ടിലയിൽ എഴുന്നേറ്റിരുന്നു, വെള്ളം കുടിക്കാൻ തുടങ്ങി, ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അന്ന് തൊട്ട് മാറ്റങ്ങൾ. വർഷങ്ങളായിട്ട് കാലൊടിഞ്ഞതിന് ശേഷം കാലുകുത്താത്ത, കട്ടിലിൽ നിന്ന് ഇറങ്ങാതെ ഭയത്തിൻ്റെ ബന്ധനം, അങ്ങനത്തെ കേസുകൾ വരെയൊക്കെ പോയി. വർഷങ്ങളായിട്ട് ഇരുന്നിരിക്കുക തന്നെ 1ഉം 2ഉം ഒക്കെ കഴിച്ചു കൂട്ടുക, ഭയം. അപ്പോൾ പോയി രണ്ട് സംഭവം ഞാൻ ഓർക്കും. ഈ വെണ്ണലയിലും ഒന്ന് തോപ്പുംപടിയിലും, പള്ളുരുത്തിക്കടുത്ത് 2 കേസ്. കാലുകുത്തൂല്ല, കട്ടിലേന്ന് ഇറങ്ങുന്നില്ല, പേടിച്ചു പോയി. അതോടുകൂടി അപകടത്തെ തുടർന്ന്. പക്ഷേ ആൾക്ക് ഡോക്ടർമാർക്കൊക്കെ മതിയായി, ഫിസിയോതെറാപ്പി ചെയ്യാൻ കൊണ്ടുവരാൻ പറഞ്ഞു. ഒന്നിനും പോകുന്നില്ല. അതേപടി ഇരിപ്പോൾ പ്ലാസ്റ്റർ വെട്ടിയിട്ട് വീട്ടിലുള്ളവർ കഷ്ടപ്പെടുക. 1ഉം 2ഉം എല്ലാം എടുത്ത് കിടക്കുന്നെടുത്ത്. അതിന് അർഹതപ്പെട്ടതാണെങ്കിൽ അങ്ങനെ എടുത്താൽ പോരെ. പക്ഷെ പോയി പ്രാർത്ഥിച്ച് യേശുവിൻ്റെ നാമത്തെ കൈകൾ പിടിച്ച് നടത്തിച്ചു കൊണ്ടുവന്നു കൊടുത്ത സാക്ഷി. ഇങ്ങനത്തെ ഒത്തിരി അനുഭവങ്ങളൊക്കെ ഉണ്ട്. അത് വയറ്റിൽ കിടക്കുമ്പോൾ കൊച്ചിനെ അത് കാണുന്നു, ഇത് കാണുന്നു, കിട്ടൂലെന്ന് പറഞ്ഞ്, മാംസമുണ്ടോയെന്ന് പറഞ്ഞ്, തലയില്ല, അവയവങ്ങളില്ലെന്നൊക്കെ പറഞ്ഞ പിള്ളേർ ഇപ്പോൾ UK-ലും അവിടെ ഇവിടെയൊക്കെ ജോലി എടുത്ത് നല്ല മിടുക്കന്മാരും മിടുക്കുകളും ഉണ്ട്. എനിക്ക് ധാരാളം മക്കളുണ്ടെന്ന് ഞാൻ എൻ്റെ ഭാര്യനോട് ഇവരോടൊക്കെ പറയും. എന്നറിയും. കളയണമെന്ന് ഡോക്ടർമാർ പറഞ്ഞാൽ കിട്ടൂലെന്ന് ആശുപത്രി പറഞ്ഞ അതുകൊണ്ട് ഇത് ഒരറ്റമല്ല ലോകം പറയുന്നതും ശാസ്ത്രം പറയുന്നതും. ശാസ്ത്രം വേണ്ട എന്നല്ല, ദൈവശാസ്ത്രവും വൈദ്യശാസ്ത്രവും കൂടെ കൈ കോർക്കണം. അവിടെ അത്ഭുതങ്ങൾ ജനിക്കും. അല്ലാതെ ദൈവശാസ്ത്രത്തെ തള്ളിപ്പറയുകയല്ല ചെയ്യേണ്ടത്. ബുദ്ധിയുള്ളവർ ചെയ്യുന്നത് ഇതാ, ദൈവത്തിൻ്റെ കൈ ആദ്യം പിടിക്കും.
രോഗം വരുമ്പോൾ ഉദാസീനാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടെ നിന്ന് നിന്നെ സുഖപ്പെടുത്തും. പ്രഭാഷകൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ അതൊന്നും എടുത്ത് വായിക്കുക. അതുകൊണ്ട് വിശ്വസിച്ചു പ്രാർത്ഥിക്കുക. വചനം വഴി നിയമാവർത്തനം 7:15 പറയുന്നു, കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നീക്കിക്കളയും. ലൂക്ക 6:19 അവന് ശക്തി പുറപ്പെട്ട എല്ലാവരും കർത്താവ് ഈ വചന ശുശ്രൂഷ കേൾക്കുന്ന രോഗശാന്തി, സഹനം, ശമനം, നിത്യശാന്തി. അതുകൊണ്ട് ദൈവം ഉപേക്ഷിച്ചതിൻ്റെ ലക്ഷണങ്ങളല്ല ഇപ്പോഴുള്ള സഹനങ്ങൾ, ദൈവം കൂടെയുള്ളതിൻ്റെ. മുന്തിരിച്ചെടി വെട്ടി ഒരുക്കുമ്പോൾ കൃഷിക്കാരൻ അതിൻ്റെ ചോട്ടിൽ തന്നെയുണ്ട്, കൂടെ തന്നെയുണ്ട്. ഇതുപോലെ ഞങ്ങളുടെ ഈ സഹനങ്ങൾ ഭാവികളുടെ മാനസാന്തരവും കുടുംബത്തിൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടി. ഇത്രയും നാൾ ഞങ്ങൾ ശപിച്ചു പറഞ്ഞു, ദൈവത്തെ പോലും അവിശ്വസിച്ചു തള്ളിപ്പറഞ്ഞു, അല്ലെങ്കിൽ ദൈവം പോലും ഞങ്ങളെ ഉപേക്ഷിച്ചതാണെന്നൊക്കെ വിചാരിച്ചു. കർത്താവ് ഇന്ന് ഈ ക്ലാസ്സിലൂടെ, വചനത്തിലൂടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വന്ന് ഞങ്ങൾക്കൊരു വെളിവ് തരണമേ. ഇന്നു മുതൽ ഹഗായി 2:19 ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും, ഈ വചനം നിറയട്ടെ, ഇവർ സൗഖ്യപ്പെടട്ടെ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ പ്രത്യാശ നിറയട്ടെ, ഇത് കേൾക്കാത്ത അറിയാത്ത അനേകർക്ക് പങ്കുവെച്ച് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഇവർക്ക് ഇടയാകട്ടെ. ദൈവവചനം അവരിലും ഞങ്ങളിലും നിറയട്ടെ. പരിസമ്മയുടെ മാധ്യസ്ഥവും മാലാഖമാരുടെ സംരക്ഷണം ഉണ്ടാകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കമൻറ്റ്സ് ചെയ്യാവുന്നതാണ്. അത് ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സെൻറ്റ് മേരീസ് പ്രയർ മിനിസ്ട്രിയുടെ സുവിശേഷ ശുശ്രൂഷയിൽ പങ്കുകാരാകാം. ദൈവം ഏറ്റവും വലിയ ഡിവൈൻ ഹീലർ, രോഗശാന്തി ശുശ്രൂഷകൻ ആരാണ്? ഈശോയാണ്. ലോകത്തെ ഏറ്റവും വലിയ സൈക്കാട്രിസ്റ്റ് ആരാണ്? ഈശോയാണ്. കാരണം ധ്യാനത്തിൻ്റെ മധ്യേ, ആരാധനയുടെ മധ്യേ, കൗൺസിലിങ്ങിൻ്റെ മധ്യേ നമ്മളറിയാത്ത വ്യക്തിയിലൂടെയൊക്കെ നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു, പേരുകൾ ചോദിക്കുന്നു, കഴിഞ്ഞുപോയ കാര്യങ്ങൾ, വരാനിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഏറ്റവും വലിയ ഡിവൈൻ ഹീലർ, ഏറ്റവും വലിയ സൈക്കാട്രിസ്റ്റ്, ഏറ്റവും വലിയ സൈക്കോളജിസ്റ്റ് യേശുവാണ്. ഏത് ശുശ്രൂഷ രാജു ബ്രദർ ചെയ്താലും, ഇനി നിങ്ങൾ വേറെ ഏതെല്ലാം ധ്യാനേന്ദ്ര ശുശ്രൂഷ എടുത്ത് പോയാലും, ഇതിലെല്ലാം പ്രവർത്തിക്കുന്നത് യേശുവാണ്, പ്രവർത്തിക്കേണ്ടത് യേശുവാണ്. നമ്മൾ വിശ്വാസത്തോടെ കാണേണ്ടതും അതിലൂടെ യേശുവിനെയാണ്. അങ്ങനെ ദൈവനാമം മഹത്വപ്പെടട്ടെ. ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.